ഇവളേതോ ഒരു പുതിയ കഥാപാത്രം. ഇതേതാ ഒരു പെണ്ണ്. ഈ പെണ്ണിന് ഈ കാട്ടിലെന്താ കാര്യം? എന്തോ നഷ്ടപ്പെട്ടത് തിരിയുന്നത് പോലെ ഉണ്ടല്ലോ. ഹലോ മേഡം, മേഡം എന്താണ് നിങ്ങളെ ചുറ്റും നോക്കുന്നത്? എന്തൊക്കെയോ വീണ പോലെ ഉണ്ടല്ലോ. എന്താ വീണത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ നാട്ടുകാരൻ തന്നെ, വെറുതെ ചൂടത്തിങ്ങനെ പുറത്തിറങ്ങിയതാ. ഞാൻ ഈ നാട്ടിലാണ്, ഇതുവരെ നിങ്ങളെ കണ്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ 6 മാസം വീട്ടിൽ തന്നെ ഇരിക്കും, കിടന്നുറങ്ങും, പുറത്തൊന്നും ഇറങ്ങൂല. ഓ, നിങ്ങൾ കുംഭകർണന്റെ ആരെങ്കിലും ആണോ? കുംഭകർണനല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അബൂക്കണ്ണൻ എന്നാണ് എന്റെ അച്ഛന്റെ പേര്, മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ വെറുതെ തർക്കിച്ചോണ്ട് നിൽക്കാണ്ട് നിങ്ങൾ എന്താ ഈ കാട്ടിൽ നിന്ന് തിരയുന്നുണ്ടായിരുന്നത്? എന്താ കാര്യം? ഓ, വീണ്ടും തമാശ. തമാശ? ഞാനെന്ത് തമാശ പറഞ്ഞത്? നിങ്ങൾ കുറെ നേരമല്ലോ ഇവിടുന്ന് ഇങ്ങനെ വട്ടം ചുറ്റുന്നത്, എന്താ കാര്യം? യുദ്ധവിമാനം വന്ന് വീണിട്ടുണ്ടോ നോക്കുന്നതാ. അയ്യോ, യുദ്ധം നടക്കുമല്ലേ, പറയാൻ പറ്റൂല. വല്ല യുദ്ധവിമാനോ മിസൈലോ ഒക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഇവള് ശരിക്കും യുദ്ധവിമാനം വീണത് തന്നെയാണോ നോക്കുന്നത്? അയ്യോ, മിസൈലെങ്ങാനും വന്ന് വീഴുവോ? നിങ്ങൾ ഈ തലയും പൊക്കി എങ്ങോട്ട് ഓടുന്നേ? ഗൾഫ് മേഖലയിൽ യുദ്ധം നടക്കുമല്ലേ, മിസൈലെങ്ങാനും വഴിതെറ്റി ഇവിടെ വന്ന് വീണെങ്കിലോ? ഇത് മണ്ടന്മാരുടെ നാടാണെന്നാ തോന്നുന്നത്. ഇവിടെ ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചത്. ഡീസന്റ് ആയിട്ട് നിൽക്കാം, അതാ നല്ലത്. ഹലോ അമ്മേ, ഇവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ല? എന്തോ പന്ത് കേടുണ്ടല്ല. ഇവളെന്തെന്നാ ഈ നോക്കുന്നത്? ഇവിടെ എങ്ങാനും ഉണ്ടാ എന്തെങ്കിലും? അമ്മേ, ഞാൻ കുറച്ച് സമയം കൂടി നോക്കാം. സ്വർണമാലയോ മോതിരം മറ്റായിരിക്കും. ഇവിടെ പോയിട്ടാകുമ്പോ തെരച്ചിൽ നടത്തണം, ചിലപ്പോ എനക്ക് കിട്ടിയേക്കും. അയ്യോ, അതൊരു മിസൈൽ വരുന്നത്, ഓടിക്കോ. അയ്യോ, മിസൈൽ വരുന്നത്, ഓടിക്കോ. നീ ചിരിച്ചോണ്ടിരുന്നോ? തലയിൽ മിസൈൽ വന്ന് വീഴുമ്പോ അറിഞ്ഞോളൂ. അങ്ങനെ ഒരു മിസൈൽ വരും. പരുന്ത് പറന്നതാ. പരുന്തായാലെന്താ? ഒരു മിസൈലിന്റെ മൊനയില്ലേ, അതിനേക്കാൾ മൂർച്ചയുണ്ട് നമ്മുടെ നാട്ടിലെ പരുന്തിന്റെ കൊക്കിന്, അറിയോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ സഹായം വല്ലതും വേണം പറയണം കേട്ടോ. നിങ്ങളെ സ്വർണ്ണ പൈസ എന്തെന്നാ ഇവിടെ വീണിട്ടുള്ളത്? പറ. ഇത് രണ്ടും അല്ല. കാര്യമായിട്ട് എന്തോ വീണിട്ടുണ്ട്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് ഞാൻ അങ്ങ് എടുത്തിട്ട് ഭയങ്കര എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്നോട് പറയാത്തത് അല്ലേ? പാമ്പ്. പാമ്പ്. അയ്യോ, പാമ്പാ? ഈ പറമ്പിൽ തറിയ പാമ്പിട്ട് സൂക്ഷിക്കണം. അയ്യോ, ഇവിടെ പാമ്പ് കേട്ടപ്പോ പേടിച്ചോടി. അതെ, ഇങ്ങനെയൊന്നുമല്ല. പാമ്പിനെ നോക്കുമ്പോൾ ഒരു വടി കൈമപ്പോഴും വേണം, എന്നിട്ട് വേണം പാമ്പിനെ പിടിക്കാൻ നടക്കാൻ, കേട്ടോ? ഇതാ ഇങ്ങനെ നോക്കണം. ഈ പാമ്പിനെ പിടിക്കാൻ വടിയൊന്നും വേണ്ട, ഇതൊരു പാവം പാമ്പാ. പാമ്പെല്ലാം കണക്കന്നെ, അങ്ങനെ പാവം പാമ്പിന് അങ്ങനെ ഒരു പാമ്പ് ഇല്ല കേട്ടാ. പിന്നെ നീർക്കോലി ഉണ്ട്, അത് കടിച്ചാൽ അത്താഴം മുടങ്ങും, അത്രേ ഉള്ളൂ. നീർക്കോലിയേക്കാൾ പാവം പാമ്പാ. അത് പിന്നെ ചില പാമ്പുകൾ കാണുമ്പോൾ നല്ല പാവം പാമ്പായിരിക്കും, പക്ഷെ ഭയങ്കര വിഷമുള്ള ഇനായിരിക്കും, ശ്രദ്ധിക്കണം. അങ്ങത് അവിടെ കിടക്കുന്നു പാമ്പ്. അയ്യോ, എവിടെ 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 പാമ്പ്? കാണുന്നില്ല. ഇവിടെ എവിടെ ഓടുന്നു? ഇവിടെ ഓടുന്നു? ഈ കള്ളു കുടിച്ച് പൂസായി കിടക്കുന്ന ഈ പാമ്പിനെയാണ് നീ ഇത്രയും അന്വേഷിച്ചതല്ലേ? ഇത് നമ്മുടെ ഇറാൻ ചന്ദ്രൻ അല്ലേ? ഇറാനിൽ ജോലി ചെയ്തതുകൊണ്ട് ഇറാൻ ചന്ദ്രൻ എന്ന് വിളിക്കും. ഇയാൾ ഇറാൻ ചന്ദ്രൻ, അപ്പൊ നിങ്ങളാരാ? ശ്രീലങ്കൻ റാണി, ഇയാളുടെ പെങ്ങളാ. ഇറാൻ ചന്ദ്രൻ ഒന്ന് എഴുന്നേക്ക്. നിങ്ങൾ അന്വേഷിച്ചതാ ശ്രീലങ്കൻ റാണി വന്നിട്ടുണ്ട്, സ്വന്തം പെങ്ങള്. എഴുന്നേക്ക് എഴുന്നേക്ക്. എന്തുറക്കാൻ ഇത്, വീട്ടിൽ പോയി കിടന്നുറങ്ങി കൂടെ? ചേട്ടാ ഒന്ന് എഴുന്നേറ്റ്. ഗൾഫ് മേഖലയിൽ ഇറാൻ മിസൈൽ വിടുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ മിസൈൽ വന്ന് വേണ്ട. എഴുന്നേക്ക്. എഴുന്നേറ്റ്. ഉഷാറായല്ല. ഇത് നീ പറഞ്ഞതുപോലെ ഒരു വിഷമില്ലാത്ത പാവം പാമ്പാണ്, ഒരു പാവം പാമ്പ്.